സൈക്കിൾ ഓടിക്കുന്നതല്ല കേട്ടോ. അതെന്നാടി അതെന്നാ സർക്കസിൽ കുട്ടിയാനെ സർക്കസ് ഓടിക്കുന്ന പോലെ ഇരിക്കും. അത് ശരിയാ. മറ്റവള് കൈവണ്ടി ഓടിക്കും, നീ എന്നാ ഓടിക്കും? ഞാൻ സൈക്കിൾ ഓടിക്കും. സൈക്കിൾ ഓടിക്കും. ഞാനേ നല്ല അസലായിട്ട് കാർ ഓടിക്കും. അറിയാമോ? കാർ ഓടിക്കും. നീ മോളെ നീ എന്നാ ഓടിക്കും? ഞാനോ? അവള് ഓടിക്കും. അവളുടെ അമ്മായിയമ്മേനെ കെട്ടുവനെ റോട്ടിൽ കൂടി ഇട്ട് ഓടിക്കും. ഞാൻ ഓടിക്കുന്നുണ്ടല്ലോ. അയ്യോ മുട്ടപ്പറിച്ച് വന്നു. ഹലോ ഹലോ ഹലോ, സ്കൂൾ വരുന്നുണ്ട്. ചേട്ടൻ ഞാനാ. പിന്നെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നേ നേരെ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വന്ന് കേട്ടോ, പുല്ല് പറിക്കാനായിട്ടേ. ആ പിള്ളേരെ കുളിപ്പിച്ച് സ്കൂളിൽ വിടണം. പിന്നെ ഒരു 2 ഇരട്ടി കഞ്ഞി വെച്ച് വെച്ചേ കേട്ടാ. അപ്പൊ അടക്കം ചേർത്ത് കുടിച്ചോ, 2 പച്ചവെള്ളം കൂട്ടിയാൽ മതി. എന്റെ ചിക്കൻ പൊരിച്ചു വെച്ചേക്ക് ചേർക്കരുത്, എനിക്ക് ഇന്നാനുള്ള കേട്ടോ. പിന്നെ ഞാൻ 2 സാരി ഉണ്ടല്ലോ അവിടെ ബുക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് അലക്കരുതേ. ഇല്ല ഞാൻ വന്നിടത്ത് അലക്കും, എന്റെ സ്വഭാവം അറിയത്തില്ല കേട്ടോ. എപ്പം വരും അത് വിളിക്കും. സ്നേഹമാ, സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ല, നിന്നെ സംശയം കൊണ്ട് വിളിക്കുന്ന. ഏതായാലും എന്നാണ് ഞാൻ വന്നപ്പോലെ ശ്രദ്ധിക്കുമായിരുന്നു. എന്നാ ഇത് പച്ച സാരി, പച്ച ബ്ലൗസ്, പച്ച പൊട്ട്, പച്ച പാവാട, ഇറങ്ങുന്ന പച്ച തെറി. നന്നായി. അതെ, അതെന്നാന്നറിയോ? അല്ല ഒന്നുമില്ല, നമ്മൾ ഈ സംശയത്തിന്റെ കാര്യം പറഞ്ഞതാ. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ നാട്ടുകാർക്ക് കംപ്ലീറ്റ് ഭയങ്കര സംശയമാണ്. ഇനി എല്ലാവരും ചോദിക്കാം, നീ ഇപ്പൊ എന്നാ വലിക്കാൻ പോകുന്നേ, നീ ഒരുങ്ങി കെട്ടി. ഞാനെന്ത് പറയാനാ, ഞാൻ പറഞ്ഞത് എന്താ ഡോക്ടറാ, ഞാൻ പല്ല് പറിക്കാൻ പോവുക. പിന്നെ പുല്ല് പറിക്കാൻ പോവാന്ന് പറയാൻ പറ്റുമോ? എന്താണ് നിനക്ക് വല്ലാത്ത ക്ഷീണമെന്ന്? എനിക്കൊരു മൂടില്ലടി. എന്നാ പറ്റി? എനിക്കൊരു മൂടില്ല. നിനക്ക് മൂടില്ലെന്ന് പറയാ. ഇനി വേറൊന്നുമല്ല, അതായത് എന്റെ കെട്ടിയോനെ സന്ധ്യക്ക് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വെളുപ്പാൻ കാലത്ത് കയറി വന്നത്. പേടിക്കണ്ട കേട്ടോ, നടന്നോളൂ, ഞാൻ നേരത്തെ വിട്ടാക്കാം. സൈലന്റ് കൂടായിരുന്നു, കോള് വരുന്നുണ്ട്. ഹലോ, ആരാ ഇത്? അയ്യോ ത്രേസ്യാമ്മയായിരുന്നോ? ഗൾഫീന്നോ? ഗൾഫീന്നാ ത്രേസ്യാമ്മ എന്റെ കുട്ടിയായി. അതിന് എന്നാണ്ട് വിശേഷം? ഇല്ലല്ല, ഞാനിവിടെ ഉണ്ട്. ഓഹോ, എന്നാ പറയാനാ, എനിക്ക് PSC ജോലി. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് പറിച്ച സൈഡിൽ ചെത്തി ഇടുക, മനസ്സിലായി? പിന്നെ ഇവിടെ ഭയങ്കര വെയിലാടി. അല്ല, ഒരുപാട് ഫയലൊക്കെ നോക്കാനുണ്ട്. ഇതൊരു കാര്യം ചെയ്യ്,
നൈറ്റിൽ വെക്കേട്ടോ. ഓക്കെ ബൈട്ടാ. ബൈഡി ത്രേസ്യാമ്മയാ എന്റെ കൂട്ടുകാരിയാ, ഗൾഫിലാ കെട്ടിച്ചേച്ചേക്കുന്നത്. കെട്ടിച്ചു വിട്ട കാര്യം ആലോചിച്ചപ്പോഴാ എടി നിന്റെ രണ്ട് പെമ്മക്കളും ഒരു വീട്ടിൽ തന്നെ കെട്ടിച്ചു വിട്ടേക്കുന്നത്. എന്തിനാണ് ഈ ഒരു വീട്ടിൽ കെട്ടിച്ചു വിട്ടത്? എടി രണ്ട് വീട്ടിൽ കെട്ടിച്ചു വിട്ടായിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് രണ്ട് ഒത്തിരി സ്വന്തക്കാരൊക്കെ ഉണ്ടാവില്ലായിരുന്നു രണ്ട് വീട്ടില്. സ്വന്തക്കാരൊന്നും വേണ്ട. എന്തിനാണ് ഈ രണ്ട് കുടുംബം നശിപ്പിക്കുന്നത്? ഇതാകുമ്പോ ഒരു കുടുംബം നശിപ്പിക്കാൻ പറ്റിയല്ലോ. അത് വേണം അത് വേണം. കുറെ നേരം കൊണ്ട് ഒരുത്ത് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് വാച്ച് ചെയ്യുക. ഷൂ 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 എന്നുള്ള വീട് ഞാൻ കേൾക്കുന്നുണ്ട്. മതിലിന്റെ ഇവരിട്ട് പണി കൊടുക്കാം. വാ മക്കളെ വാ. എന്നാ ഇവിടെ എന്തേക്ക് നോക്കണേ? ഇവിടെയാ ഞങ്ങളൊരു 500 രൂപ ഇവിടെ കാണാതെ പോയതാ. ഇവിടെയല്ല, അവിടെ നിന്ന് 500 രൂപ കാണാൻ പോയി. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി നോക്കി വരുവാ. നീ ഒരു കാര്യം ചെയ്യും, നീ 500 രൂപ തപ്പി എടുക്കുവാണെങ്കിൽ നിനക്ക് 100 രൂപ തരാം. അവിടെ അറിയാം പുല്ലൊക്കെ ശരിക്കും പറിച്ചു തപ്പണം. പകലന്തിയോളം പണിയെടുക്കാതെ വിശ്രമിക്കുന്ന സഹോദരിമാരെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ. ഏയ് ചുടച്ചങ്കര ചടകിടത ഗഡപണത പഞ്ചപടാഹ നെഞ്ചുളുക്കി തൈലം. അത് വയറ്റിലുള്ള മുഖത്തിന് മൂത്രത്തിലുള്ള ആടിരോഗം മൂക്കടപ്പ് നക്കടപ്പ് ഗോർക്കടപ്പ്. അത് 24 വർഷം പഴക്കമുള്ള പഴയ തട്ടംകുട്ട ചതവ് അടിയിടി തൊഴി നരപ്പ് പെരുപ്പ് കൊഞ്ചം വിലക്കാം. ഇരിക്കാൻ പാടില്ല, നിന്ന് നിൽക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല. ഈ വക രോഗങ്ങൾക്ക് ആകാശക്കുരുന്നൻ പേര്, കഥകല്ലിൻ പേര്, കാഞ്ചി പേര്, കാഞ്ചിന് പേര്, മനുഷ്യന്റെ പേര്, പട്ടിയുടെ പേര് തുടങ്ങിയ പേരുകൾ മണ്ണ് ചേരും കുന്നുചേരും കോളേജ് കുമാരിമാരുടെ കറുകറുത്ത മുടിയും 90 കഴിഞ്ഞ് യുവമിതനങ്ങളുടെ നരനരച്ച മുടിയും. മുടിയെന്ന് പറയുമ്പോൾ ആനമുടിയല്ല കേട്ടോ, എവറസ്റ്റ് കൊടുമുടിയല്ല കേട്ടോ, തലയിലുണ്ടാകുന്ന ഒരുതരം നീണ്ട രോഗമാണ് കേട്ടോ സുഹൃത്തുക്കളെ മുടി എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് മിണ്ടുന്നില്ല, ഉരക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു കുരുകുരുപ്പ് കരകരപ്പ്. അപ്പോൾ നിങ്ങൾ എടുത്തു കൊടുക്കുന്നു എന്റെ പഞ്ചപടാത്ത നെഞ്ചൊടുക്കി തൈലം. എന്റെ മരുന്നിനെ കുറിച്ച് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞന്മാരായ ബെൻ ജോൺസൺ, കാൾ ലൂയിസ് ബാർലോണ എന്നിവർ പറഞ്ഞിട്ടുണ്ട്. और कंधे सीधे कमने की पिक्चर तो बीपीएल कटौन डायनोरा कलर टीवी देखने के लिए अपने मगने चोरी का क्या करता है. ചേച്ചി ഈ ബോട്ടിലിന് 10 രൂപ, ഈ വലിയ ബോട്ടിലിന് 15 രൂപ. സാമ്പിൾ സൗജന്യമാണ്. ഒരു ബോട്ടിൽ വാങ്ങിച്ചു. ഈ ചെറിയ ബോട്ടിൽ 10 രൂപയല്ലേ? 10 രൂപ. അല്ല ചേച്ചി മരുന്ന് മേടിക്കണമെന്നില്ല. ചേച്ചിയുടെ ഭർത്താവ് ഇന്നലെ 2 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഒരു തടിച്ചിട്ട് കുടവയർ ഒരു ചേട്ടനല്ലേ ചേച്ചിയുടെ ഭർത്താവ്, അദ്ദേഹം തന്നെ 2 ബോധി മേടിച്ചിട്ടുണ്ടെന്ന്. അത് വേറൊന്നുമല്ല, നമ്മുടെ വാർക്കപ്പണിക്കാരുന്ന മാധവൻ ചേട്ടനില്ലേ, എനിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞപ്പോ എന്നെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ജലദോഷം ഗുളിക കഴിച്ചാൽ മാറും, പക്ഷെ അയാൾ വന്നിട്ട് പേര് ദോഷമേ ഏത് മരുന്ന് കഴിച്ചാലും മാറുന്നില്ല കേട്ടോ. ഞാൻ നോക്കിക്കോളാം കേട്ടോ. ചേച്ചിക്ക് വരുന്നുള്ളൂ? അതല്ല, ഇത് എല്ലാ അളവിലുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എല്ലായിടത്തും മറു ചേച്ചി മരുന്ന് മുല്ലപ്പെരിയാത്ത് ഭയങ്കര ചോർച്ച, അത് അടങ്ങാനുള്ള മരുന്നല്ല നിന്റെ കൊണ്ടോണം. ഒന്ന് പോയിക്കോളൂ. അഞ്ചു പൈസ കിട്ടിയില്ലേ? എന്നാ ഞങ്ങൾക്ക് കിട്ടും. നീ എവിടെ ഇവരെ പറഞ്ഞു വിട്ടത്? അവിടെ അവിടെ അല്ലെന്ന്, നമ്മൾ അപ്പുറത്ത് പോയപ്പോഴല്ലേ പൈസ പോയത്. അവിടെയായിരുന്നു. അവിടെയാണോ പോലെ ഞങ്ങൾക്ക് തെറ്റിപ്പോയാ. അവിടുത്തെ പുല്ല് പറിച്ചു നോക്കി കേട്ടോ. പണ്ടം തന്നെ തടിയുണ്ടെന്നേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. സ്ത്രീകളായ ഇങ്ങനെ വേണം, നല്ല വെടിപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി കാണും വിഷമിച്ച് ആണല്ലേ? ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഒരുപാട് വിഷമിച്ച്. പക്ഷെ ഇന്ന് തന്നെ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യല്ലേ? എല്ലാം അളന്ന് പൈസ ഇന്ന് തന്നെ തരണം കേട്ടോ. കേട്ടാ പറഞ്ഞത്, ഇന്ന് തന്നെ എല്ലാം അളന്ന് ചിട്ടപ്പെടുത്തി അതിന്റെ പൈസ കംപ്ലീറ്റ് ആയിട്ട് തരും. ഇങ്ങോട്ട് നില്ല്. ഇന്ന് തന്നെ കംപ്ലീറ്റ് അളന്ന് ഞാൻ തിട്ടപ്പെടുത്തി ഇന്ന് അങ്ങ് തരൂ. പേരെങ്ങനെയാണെന്ന് പറഞ്ഞ മോളമ്മേന്നാ, മോളിന്നാ വിളിക്കുന്നത്. ഇപ്പൊ മോളിന്ന് തുടങ്ങാം. 42. മോളമ്മേ, ഞാൻ ഈ ഇടയ്ക്കായിട്ട് അറിഞ്ഞു മോളമ്മയുടെ ഇളയ മോളെ അങ്ങ് ഗൾഫിലാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നതല്ലേ. അവള് ഈ വയ്ക്ക് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കെട്ടോ ഗൾഫിലാണ്. അവളുടെ കെട്ടിടം ഗൾഫിലല്ല, എന്നാ അവളുടെ കൊച്ച് അവിടെയാ. 42. കൈ നോക്കിക്കേ. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ സാറേ, ഞങ്ങൾ പുല്ല് വരച്ച സ്ഥലം അളക്കേണ്ടത്, ഇവരിതിന് അളക്കുന്നത്
എവിടെ അളന്താണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടിയാ പോരെ എപ്പോഴും ഈ അണ്ണാ ജപ്പിയതും വവ്വാലാടിയതും നല്ലതുപോലെ. അയ്യോ നിങ്ങൾ അളക്കാൻ വേറൊരു കിളവന ഞാൻ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. ഞാൻ മാറിയിരിക്കുന്നള എവിടെ പോയെന്ന് ഇത്രയും നേരം ഞാൻ ഇവിടെ കുറെ നേരമായിട്ട് നിങ്ങളെ പോലെ ഉള്ളവരെയാണ് നോക്കി. ഇവിടെ 44 45 കൂട്ടി എടുത്തിക്കും. കാശ് കൂടുതൽ കിട്ടിയാൽ മതി. കൂടുതൽ തരിഞ്ഞ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. സാറെവിടെ പാലമണി തുടങ്ങിയത്? പാലം പണിയുടെ കാര്യമല്ല, നീ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അളന്ന് ചിട്ടപ്പെടുത്തി ഇതെല്ലാം നല്ല വെടിപ്പാക്കണം. 34 ഇതെല്ലാം എഴുതിക്കോക്കെ. അപ്പൊ കാശ് കൃത്യമായിട്ട് കിട്ടുമല്ലോ. കാശ് കറക്റ്റ് ആയിട്ട് തന്നെ. ഇതെല്ലാം എന്റെ വീട്ടിലെ പൈസ അല്ല, പഞ്ചായത്ത് വന്ന പൈസയാണ്. എനിക്ക് വലിയ കണ്ടോ മുല്ലൊക്കെ കിടക്കുന്ന ചെത്തി പറിച്ചതാ. ഇതെല്ലാം നിങ്ങൾ ചെത്തിപ്പറിച്ചാണോ? ഞങ്ങൾ 3 പേരും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അടക്കുന്നില്ലേ? എങ്ങനെ എന്നെ അടക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യും, നാളെ നേരെ പഞ്ചായത്ത് ഓഫീസിലോട്ട് വരണം. ഞാൻ അവിടെ കാണും. നമുക്ക് അവിടെ വെച്ച് വിശദമായിട്ട് അളക്കാം. അല്ല സാറേ, നാളെ ഞായറാഴ്ചയല്ലേ, പഞ്ചായത്ത് ഓഫീസ് അവധിയല്ലേ? അത് എന്നെ പറഞ്ഞത് നാളെ അങ്ങോട്ട് വരാം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് കാണും. ഇനിയെങ്കിലും കൊണ്ട് നമുക്ക് വിശ്രമിക്കാം. ഞാൻ ഉറങ്ങാൻ പോയി. എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. ഇന്നലെ എന്റെ ഭർത്താവ് രാത്രി പോയി. ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. ഭർത്താവ് മടങ്ങിപ്പോയത് കാരണം അവർക്ക് സ്നേഹം ഒരുപോലെ കണ്ണടയ്ക്കാതെ കാത്തിരുന്നു. ഉറങ്ങിയേ പോയി. അതുകൊണ്ടൊന്നുമല്ല, അധികം ഞാൻ കിടക്കുന്ന കട്ടിലുമായിട്ടാ പോയെ. ശരി. അപ്പൊ പറഞ്ഞു തരുന്നത് എന്റെ ഭർത്താവ് വരുന്നുണ്ടല്ലോ. എന്റെ ചക്കര, എന്റെ കട്ടിലെന്തിയേ? കട്ടില് ഞാൻ വിട്ടൂട്. ഇതെന്നാ കട്ടില് വെച്ച് ഞാൻ ഒലക്ക വാങ്ങി. ഒലക്കെങ്ങനെ കഴിഞ്ഞത്? കട്ടില് വെച്ചിട്ട് ഒലക്കാൻ എങ്ങനെ കിടക്കും? എടി ഒരുമയുണ്ടെങ്കിൽ ഒലക്കാനും കിടക്കാലോ. അപ്പൊ ഒരുമയില്ലെങ്കിലോ? ഒലക്ക നിന്റെ പുറത്ത് കിടക്കും. നിങ്ങൾ ഈ തലയിലൊക്കെ എന്ത് പറ്റിയത്? അതൊന്നും പറയണ്ട. ഞാൻ ഭാരം കഴിയുക. കാല് തട്ടിയിട്ട് അതിന്റെ തൂണുപോലെ ഇടിയിടിച്ചിട്ട് നെറ്റിപ്പൊട്ടി 10 സ്റ്റിച്ച. പക്ഷെ ഒന്നും പറ്റിയില്ല. പറ്റിയില്ലല്ലോ. ആരോട് ചോദിക്കുന്നല്ല. അത് അവിടെ നിന്നിട്ട് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങുക. അപ്പൊ കാലിൽ മുട്ടും കുത്തി വീണു. മുട്ടിന്റെ ചിരട്ട പൊട്ടി. പക്ഷെ ഒന്നും പറ്റിയില്ല. ഞാൻ റോട്ടിലൂടെ വണ്ടി കയറാൻ പറ്റി പോയതല്ലേ. അപ്പൊ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചടി നട്ടലിന്റെ 2 കണ്ടി വന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. നെറ്റി പൊട്ടി, മുട്ട് പോയി, നടുവിന്റെ കണ്ണി പോയി, എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ. നിനക്ക് മനസ്സിലായി കാണിച്ചാലി കണ്ടോ? ഇത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഒന്നും പറ്റിയിട്ടില്ല. അയ്യോടിയേ